റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം ഒന്ന് വായിച്ച പെട്ടെന്ന്. നിനക്ക് പേരുണ്ട് വിശ്വാസിയാണെന്ന്. നിനക്ക് പേരുണ്ട്, യഹൂദനെന്ന് പേരുണ്ട്. സകല വിധത്തിലും വിശ്വാസിയാണെന്നുള്ള അഭിനയത്തോടെ അവൻ ആശ്രയിക്കുക കാര്യസാധ്യത്തിന്. അടുത്തത് ദൈവത്തിൽ പ്രശംസിച്ചു. ദൈവത്തിൽ വന്നു. ഭയങ്കര ഞായറാഴ്ച, ഭയങ്കര സഭായം, ഭയങ്കരമായിട്ടുള്ള കയ്യടി, ഭയങ്കര ആരാധന, ഭയങ്കര ബഹളം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് അവൻ ആദ്യം വന്നിരിക്കും. ഭയങ്കര ഭക്തി കാണിക്കലും ഒക്കെ ഉണ്ട്. അടുത്തത് ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുക. പഠിത്തം എവിടെന്നാ? പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്, അടിക്ക് പകരം ഇടി, കത്തിക്ക് പകരം കോടാലി എടുത്തു വീശുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ പഠിച്ചോണ്ടിരിക്കുക. അടുത്തത് അവന്റെ ഇഷ്ടം അറിഞ്ഞു. ദൈവത്തിന്റെ ഇഷ്ടം ഇന്നതാണ് ചെയ്യേണ്ടതെന്നും ഇന്ന പോലെ പോയാലേ വിശുദ്ധി ആകത്തുള്ളെന്നും ഇന്നതുപോലെ ചെയ്തുകൊണ്ടിരിക്കണമെന്നും ദൈവത്തിന്റെ ഇഷ്ടം എന്താണ് അതൊക്കെ അറിയാം, എല്ലാം അറിയാം. അടുത്തത് വേദാവേദം എന്ന് പറഞ്ഞാൽ എന്താ? കാലത്തിന്റെ പോക്കുകള് അത് ശരിയല്ല, ഇത് ശരിയല്ല, അങ്ങനെയല്ല, ഇങ്ങനെയാണ്. വേദാവേദം എല്ലാം തിരിച്ചറിഞ്ഞ് ജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട്. ന്യായപ്രമാണത്തിൽ നിന്ന് ചിലത് കയ്യിലുണ്ട്. ന്യായം ഇന്നതാണെന്നും സത്യം ഇന്നതാണെന്നും ജ്ഞാനം ഇന്നതാണെന്നും ഒക്കെ ന്യായപ്രമാണത്തിൽ നിന്ന് ഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ ജീവിതത്തിലില്ല. അടുത്തത് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. ഞാനേ തപ്പി നടക്കുന്നവരെയൊക്കെ ശരിക്കും കൊണ്ടുവരുന്ന ആളാ കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചില പഠിത്തമൊക്കെ ഉണ്ട്, ഞാൻ പഠിപ്പിച്ചു തരാം. അടുത്തത് ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം. കണ്ടോ, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറാ. അടുത്തത് പഠിപ്പിക്കുന്നവൻ. പഠിപ്പിക്കും, ഞാൻ നല്ലപോലെ വചനം പഠിപ്പിക്കും കേട്ടോ. അടുത്തത് ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്, വിശുദ്ധർക്ക് ഉപദേഷ്ടാവ് എന്ന് ഉറച്ചുമിരിക്കുന്നുവെങ്കിൽ ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? അന്യനെ നീ ഉപദേശിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, സ്വർണം ഇടാം, അത് പെശകല്ലെന്ന്. പറഞ്ഞ വ്യക്തി തന്നെ ചൂണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട് സ്വർണം ഉപേക്ഷിക്കുന്നു ശുശ്രൂഷയില്. അതായത് 1991 ദൂരത്തുനിന്ന് യഹോവ നിനക്ക് പ്രത്യക്ഷനായി നിത്യസ്നേഹം കൊണ്ട് നിന്നെ സ്നേഹിച്ചിരിക്കുന്ന ഒരു വചനം എടുത്ത് ഈ സ്വർണം ഉപേക്ഷിക്കാം, സ്വർണം വിട്ടോളാം എന്ന് വിട്ടോ, അതൊന്നും ഉപദേശം പെശകല്ലെന്ന് പറഞ്ഞ ആ ദേവദാസൻ തന്നെ ചൂണ്ടി പറഞ്ഞതാ. എന്താ ആളിന് തെറ്റി ശേഷിച്ച ജനം മരുഭൂമിക്ക് എത്തി എന്നൊരു വാക്യം പറഞ്ഞിട്ട് പ്രശസ്തനായ ഒരു ദേവദാസന്റെ വീട്ടിൽ 21 ദിവസം ഉപവാസം നടക്കുമ്പോഴാണ് അങ്ങനെ ഒരു വാക്യം പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ വിവേചിച്ച് ഒത്തിരി ആഭരണക്കാരൊക്കെ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. നീ നിന്നെ തന്നെ കാണിക്കണമെന്നും നീ നിന്റെ കയ്യിലുള്ള നിരത്തണമെന്നും മോശ മരുഭൂമിയിൽ വിശ്വാസം ഉയർച്ചപോലെ ദൈവനാമം മാത്രം ഉയർത്തണമെന്നും മാത്രമല്ല ഞാനോ ഉയർത്തപ്പെട്ട സകലരെ എങ്കിലേക്ക് ആകർഷിക്കുമെന്നും നിന്നെ ഉയർത്തുന്ന എല്ലാ അനുഭവങ്ങളും നിന്റെ ജഡത്തിന് വേണ്ടുന്ന ശുദ്ധീകരണവും ലൗകികങ്ങളും താഴെയിടണമെന്ന് ഇദ്ദേഹം തന്നെയാ പറഞ്ഞത്. പറയാം, ഇതൊക്കെ മാറ്റിക്കോളാം, ഉപദേശമല്ലെന്ന്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കളത്തറ ഇരിപ്പുണ്ടോ? ആരത്തിനൊത്ത് വിവേചിച്ചുകൊണ്ട് പോവുക, ലോക ജനത്തോട് ചേരുക. ചില കാര്യമൊക്കെ ചില മമ്മന്മാര് ചില ആഭരണമുള്ളവര് ചില നന്മയുള്ളവരെ ഒക്കെ കൂട്ടിനകത്താക്കാൻ വേണ്ടി ഉപദേശം മാറ്റിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ ദൈവത്തോട് കണക്ക് പറയണം. നീ ഓർത്തുകൊള്ളണം, ലൗകിക വിഷയമാണ്. ലോകത്തിന്റെ ധനവും ഓടി വസ്തുക്കളും ആടയാലങ്കാര ആഭരണങ്ങളും അത് ലൗകിക വിഷയമാണ്. കർത്താവ് പറഞ്ഞ ഒറ്റ വാക്യം ഓർത്താൽ മതി, ഞാൻ ലൗകികനല്ലാത്തതുപോലെ നിങ്ങൾ ലൗകികരല്ലായതുകൊണ്ട് ലോകം നിങ്ങളെ നിൽക്കും.
യേശുവേ നീ സ്തോത്രം. അവനോട് കൂടെ കർത്താവിന്റെ കൂടെ നടന്നവരെ ഒക്കെയും നീ അവനോട് കൂടെ ഉള്ളവനല്ലേ? ആമേൻ സ്തോത്രം. നിന്റെ ഉച്ചാരണം, നിന്റെ ഭാവം, നിന്റെ നോട്ടം ഒക്കെയും, നിന്റെ വസ്ത്രധാരണം ഇതൊക്കെയും ആമേൻ മനസ്സിലാകുന്ന വിധത്തിലാണ്. ശിഷ്യന്മാര് മാറി 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 പോയിട്ടും നീ അവനോട് കൂടെ ഉള്ളവനെന്ന് ശിഷ്യന്മാരെ നോക്കി ഒറ്റുകാർ പറഞ്ഞില്ലേ? സ്തോത്രം. നിനക്ക് എന്താ അടയാളം? യേശുവേ കർത്താവ് പറഞ്ഞ വചനം എത്ര സ്ഥലത്ത് നീ ഖണ്ഡിച്ചേച്ചുമാണ് നീ പറയുന്ന ആവരണം എടുത്തോളാം. യേശുവേ സ്തോത്രം. അതിന്റെ അർത്ഥമല്ല നിനക്ക് നിന്റെ 4 or 5 തലമുറയ്ക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കുറെ ആഭരണങ്ങളൊക്കെ കാണും. അതൊക്കെ ഇട്ട് തലമുറകളെ കൊണ്ട് നടന്ന് സൂഹിക്കണം. സ്തോത്രം. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കണം. അല്ല നിന്റെ കുടുംബത്തിൽ തന്നെ എന്നോട് എതിരുണ്ടാകും. നിന്റെ 4ാം തലമുറ തന്നെ ഇങ്ങനെയുള്ള ഉപദേശം മാറ്റിവിട എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ നിയമം എടുത്തോണ്ട് വന്നിരിക്കുന്നത്. യേശുവേ സ്തോത്രം. ഒന്നോർത്തോ, ഇങ്ങനെയുള്ളവരുടെ ഉപദേശം കേൾക്കരുത്. യേശുവേ സ്തോത്രം. സ്തോത്രം. അവർ ദൈവസഭയിൽ തെറ്റിപ്പോയവരാണ്. ശാന്തിച്ചതൊക്കെ തിരിച്ചെടുക്കാൻ പറയുമ്പോ അല്ല, നീ ക്രിസ്തുവിനുള്ളവനെങ്കില് നിന്റെ ഉള്ളിൽ ഒരു അഗ്നിയുണ്ട്. നെഞ്ചിൽ നെറ്റി കൊടുത്ത് പറയണം, ഞാൻ ക്രിസ്തുവിനുള്ള വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ സൗന്ദര്യമല്ല. അതെങ്ങനെയാ? എല്ലാം വേർപെടുമ്പോ സ്വർണ്ണ ഇടുന്നില്ലെങ്കിൽ 50 ലക്ഷത്തിന്റെ 1 കോടിയുടെ 3 കോടിയുടെ ഒക്കെ കാറുകൊണ്ട് നടക്കുന്നത് എങ്ങനെ നേരെ നിൽക്കാൻ സാധിക്കും? സ്മാർട്ട് ഫോണ്, സ്വന്തം ലക്ഷങ്ങളുടെ സ്മാർട്ട് ഫോണുണ്ട്. അതുകൊണ്ട് നടക്കുന്ന ഉപദേശമാരില്ലേ? അക്കരയ്ക്കല നമ്മള് അപ്പുറം ഇപ്പുറം വണ്ടിയെ പോകുന്ന പോലെ, ബസ്സിൽ പോകുന്ന പോലെ ട്രെയിനെ നടക്കുന്നവരില്ലേ? സ്തോത്രം. ഉപദേശമാരാ. സ്തോത്രം. ഇതൊന്നും കൊണ്ട് നടക്കുന്നതിന് ഞാനൊരു എതിരുമല്ല. പക്ഷെ നീ ഉപദേശം മാറ്റരുത്. സ്തോത്രം. ദൈവവചനത്തിന്റെ സത്യം റോമാലേഖനം 12 പറയുന്നുണ്ട്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. യാഗം നടക്കുമ്പോ മുറിവ് വരും. ഖണ്ഡമാക്കണം. എന്ന് പറഞ്ഞാൽ നിന്റെ ശരീരത്തിൽ ഏറ്റവും പറ്റുമാനമുള്ള എല്ലാ വിഷയവും നീ മാറ്റണമെന്ന്, മുറിച്ചു വയ്ക്കണമെന്നാ യാഗം നടത്തുന്നതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിനക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതൊക്കെ നീ അടിയറവ് വയ്ക്കണമെന്ന്. എത്രയോ വചനം ദൈവത്തിന്റെ വാക്യത്തില്, ദൈവത്തിന്റെ വചനത്തിൽ ബൈബിളിൽ കിടക്കുന്നു. എന്നാൽ ഇതെല്ലാം പറിച്ചു കളഞ്ഞിട്ട് ആവരണത്തോളം അത് ഉപദേശം വെച്ചതല്ല. അയ്യോ സ്തോത്രകാലം എവിടെ പോയി? ഉപദേശിയെ, നിന്റെ ജീവിതം എന്തായി തീരും? നിന്റെ ആരംഭം നന്നായിരുന്നു, പക്ഷേ നിന്റെ അവസാനം എങ്ങനെയായി തീരും? സ്തോത്രം. ഹല്ലേലൂയ. വാനിട്ടാൽ ഹല്ലേലൂയ. കറണ്ടുള്ളതുകൊണ്ട് വാൻ കറങ്ങും. എന്നാല് കറണ്ട് പോയാൽ അല്പസമയം കൂടെ വാനിങ്ങനെ റൗണ്ട് ചെയ്യും. അതുപോലെ ആയിപ്പോയില്ലേ? നിനക്ക് കരണ്ടില്ല, ദൈവത്തിന്റെ ശക്തിയില്ല, ദൈവത്തിന്റെ ഹിതം നീ അറിയുന്നില്ല. ദൈവവചനത്തെ നീ കോട്ടിക്കളയുക. ചിലര് ചോദിക്കും, സ്വർണ്ണ ഉടനെ വിശുദ്ധി പോകുമോ? ഒരിക്കലുമില്ല, വിശുദ്ധി ഒന്നും പോകത്തില്ല. പക്ഷേ ഒരു കാര്യം പറയാം, നിന്റെ ശരീരത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങണമെങ്കിൽ എന്തെല്ലാം നീ അടിയറവ് വയ്ക്കണം. ദൈവത്തിന്റെ അഗ്നി സ്വർഗീയ അഗ്നിയാണ്. നീ ഏറ്റവും കൂടുതൽ ലോകന്റെ മുമ്പിൽ ഞെളിയുന്ന ഏത് വിഷയമുണ്ടോ അത് ദൈവത്തിന്റെ മുമ്പിൽ അടിയറവ് വെച്ചാലേ. നീ വിട്ടുകൊടുക്കാത്ത നിന്റെ ഇഷ്ടം ദൈവത്തിന്റെ മുമ്പിൽ നീ അടിയറവ് വെച്ചാലേ ദൈവത്തിന്റെ അഗ്നി നിന്റെ മേലെ പറ്റുമോ? ആവരണത്തെ കുറിച്ച് ഘോരം പ്രസംഗിക്കുക. ആവരണം മാത്രമല്ല, സ്തോത്രം. ഇവൻ അവനോട് കൂടെയുള്ളവൻ. ഇവന്റെ ഉച്ചാരണം അങ്ങനെ കേൾക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് സഭകളിൽ നടക്കുന്നത്? സ്തോത്രം. അതുകൊണ്ട് ദൈവമില്ലാഴികയില്ല.
പിന്മാറിപ്പോയവനും അശുദ്ധനും പാപിയും എതിരാളിയും ദൈവവചനം തെറ്റിച്ചു കളയുന്നവനും ഉപദേശത്തെ ആട്ടിക്കളയുന്നവനും പറപ്പിച്ചു കളയുന്നവനും അവൻ വീണവനാണ്. വീണവനെ നീ നോക്കേണ്ട. വീഴാതെ ഒരുവനുണ്ട്. അവൻ നിന്റെ യാചന കേൾക്കുന്ന ഒരുവൻ. നീ വിശുദ്ധനെങ്കില് അവൻ നിന്റെ വാക്കിന് ഇറങ്ങി വരുന്ന ദൈവമാണ്. Oh, hallelujah. അതിന്റെ 28, 29, 2:28, 29 യേശുവിന്റെ നാമത്തിൽ ആമേൻ. അഗ്രചർമ്മി ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിശോധന എണ്ണുകയില്ലയോ? സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ? കണ്ടോ കണ്ടോ? അവേ അഗ്രചർമ്മിയ പരിച്ഛേദനയേറ്റണം, സ്നാനപ്പെട്ടതാ, യേശുവിനോട് ചേർന്നതാ. പക്ഷേ അതിന് നിനക്ക് എന്നാ പ്രയോജനം? വെറും പരിച്ഛേദനയായില്ലേ അത്? സ്വതന്ത്രം. എന്നാൽ അക്ഷരം കൊല്ലുമ്പോൾ ആത്മാവ് ജീവിപ്പിക്കുന്നതാ. ആത്മ നടത്തിപ്പുകാരൻ, ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവൻ, ആത്മശക്തിയുടെ വീര്യം മനസ്സിലാക്കിയവൻ. ഓ റബി ഹത്തോറബി ഹത്തോറബരമക്ഷേ ഓറമഖബോറമക്ഷദലേ യേശുവിന്റെ നാമം. നീ വിശുദ്ധിയോടെ നിൽക്കാൻ. വീണവരെ നോക്കണ്ട, ഉപദേശം വചനം പറയുന്നവരെ നോക്കണ്ട. ആദ്യം ആമേൻ അനുഭവം കിട്ടിയിട്ടും ആമേൻ അത് തെറ്റിക്കിടക്കുന്നവരെ നീ നോക്കണ്ട. ചില വമ്പന്മാരെ നീ നോക്കണ്ടെന്ന്. ആമേൻ ആമേൻ. നിനക്ക് വേണ്ടി ഉത്തരവാദിയായി ഒരുവനുണ്ട്. നീ അനുഭവിക്കുന്ന വേദനയിൽ, നീ അനുഭവിക്കുന്ന കഷ്ടതയിൽ, നീ അനുഭവിക്കുന്ന സങ്കടത്തിൽ, നീ അനുഭവിക്കുന്ന ശൂന്യതയിൽ, നീ അനുഭവിക്കുന്ന നരകത്തിൽ, നീ അനുഭവിക്കുന്ന കടഭാരത്തിൽ, നിന്റെ വഴികൾ അടയുമ്പോൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരുവനുണ്ട്. അത് അക്ഷരത്തിലല്ല, അതാത്മാവിലാവേ നീതി പ്രവർത്തിക്കുന്നവൻ. ദൈവമാത്മാവാകുന്നു, അവനെ ആരാധിക്കേണ്ട സത്യത്തിലും ആത്മാവിനും. അങ്ങനെയെങ്കിൽ നീ വചനം മുറുകെ പിടിക്കുക. ആ വചനത്തിൽ കൂടെ നിനക്ക് ആമേൻ ഹല്ലേലൂയ വിടുതലുണ്ട്. ആ വചനം എന്ന് പറയുന്നു, അത് നീ അനുസരിക്കുക. മനുഷ്യരുടെ വാക്കല്ല, ആമേൻ, ജ്ഞാനികളുടെ വാക്കല്ല. ആമേൻ ആമേൻ. ഉപദേശമൊക്കെ പറയും, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ തെറ്റിയവരുടെ വാക്കല്ല, ഛർദിയിലേക്ക് തിരിയുന്ന നായുടെ വാക്കല്ല. സ്തോത്രം. ജീവനുള്ള ദൈവമായി കർത്താവ് പറഞ്ഞ വാക്കിന് ഇന്ന് മാറ്റമില്ല. അവൻ തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. സ്തോത്രം. എന്ന് നീ വിശ്വസിക്കാം. ഈ സഭായോഗത്തിൽ നീ വിശ്വസിക്കാം. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തു.